താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ. ചുരം വ്യൂ പോയിന്റിന് സമീപം കല്ലും മരങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു വീണു. ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കാൽനട യാത്രക്കാരുൾപ്പെടെ കടത്തിവിടുന്നില്ല. ഫൈസൽ ചേർന്നുണ്ട്. ഫൈസൽ, വലിയ മണ്ണിടിച്ചിലാണോ? എത്രത്തോളം വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? സച്ചിൻ, ചുരം പൂർണ്ണമായും ബ്ലോക്ക് ആയിട്ടുണ്ട്. ഒരു വാഹനവും ഇപ്പോൾ കടത്തിവിടുന്നില്ല. വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകിട്ട് 6:45 കൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളായി നേരിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ മഴയെ തുടർന്നാണ് മണ്ണും മരവും വ്യാപകമായി റോഡിലേക്ക് ഇടിഞ്ഞിട്ടിടുന്നത്. റോഡ് പൂർണ്ണമായും ഇപ്പോൾ ബ്ലോക്കാണ്. രണ്ട് സൈഡിൽ നിന്നുള്ള വാഹനങ്ങളൊന്നും തന്നെ ചുരത്തിലൂടെ കടന്നു പോകുന്നില്ല. കൽപ്പറ്റയിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എത്ര സമയം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊക്കെ ഉണ്ട്. മരങ്ങളൊക്കെ മുറിച്ചു മാറ്റേണ്ടതുണ്ട്. രണ്ട് സൈഡിൽ നിന്നും ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ടിപ്പറുകളും അതുപോലെ JCB ഒക്കെ ഉപയോഗിച്ച് വേണം ഈ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫൈസൽ, ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? ഏതെങ്കിലും വണ്ടികൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടോ? സച്ചിൻ, ഇപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് കരുതുന്നത്. രണ്ട് സൈഡിലും ബ്ലോക്കാണ്. ആളുകളൊക്കെ തന്നെ ഇപ്പോൾ റോഡിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപകടമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. താമരശ്ശേരി ചുരത്തിന്റെ വ്യൂ പോയിന്റിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. വാഹനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു. ഫൈസലാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഫൈസൽ, മണ്ണും ചെളിയും നീക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം സമയം എടുക്കുമെന്ന് എന്തെങ്കിലും വിധത്തിൽ ഊഹമുണ്ടോ? സച്ചിൻ, 6:45 കൂടിയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ആ സമയം തന്നെ കൽപ്പറ്റയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. രണ്ട് സൈഡും ബ്ലോക്ക് ആയത് കാരണം ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു പ്രയാസമുണ്ട്. നമുക്കറിയാം, ചുരം പൊതുവെ ബ്ലോക്കായി കഴിഞ്ഞാൽ ഇരുഭാഗത്തേക്കും ഒരു നിലക്കും വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയില്ല. ഈ 9ാം വളവിനോട് വ്യൂ പോയിന്റിനോട് ചേർന്നാണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 9ാം വളവിലേക്ക് പോകുന്ന രണ്ട് സൈഡും വീതി കുറഞ്ഞ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ എത്രത്തോളം കടത്തിവിടാൻ കഴിയും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അത് മാത്രമല്ല, ഈ മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്ത് JCB ഉപയോഗിച്ച് നീക്കം ചെയ്ത് ടിപ്പറിലേക്ക് മാറ്റി ലക്കിടിയിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഇത് മണ്ണ് ഒഴിവാക്കുന്നതിന് വേണ്ടി. അപ്പൊ അത്തരത്തിൽ വലിയൊരു ശ്രമകരമായ ഒരു ദൗത്യമാണ് ഫയർഫോഴ്സിന്റെ മുമ്പിലുള്ളത്. എന്തായാലും ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. എത്ര സമയത്തിനകം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അത് മാത്രമല്ല, വാഹനങ്ങൾ നിരന്തരം 100 കണക്കിന് വാഹനങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ കടന്നു പോകുന്ന ഒരു പാത കൂടിയാണ് ഈ ചുരം എന്ന് പറയുന്നത്. വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും അധികം വാഹനങ്ങൾ ചുരം കടന്ന് കോഴിക്കോട്ടേക്ക് എത്ര മറ്റു മാർഗങ്ങളൊക്കെ തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യം വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇരു സൈഡിലും ബ്ലോക്ക് ആയത് കാരണം ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ടിപ്പർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകാനുള്ള ഒരു കാലതാമസമൊക്കെ നേരിടും. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെയായി വലിയ ഒരു ഗതാഗത കുരുക്ക് തന്നെയാണ് ചുരത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോ ഈ ഒരു മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു സമയത്ത് പോലും ഇരു സൈഡിൽ ബ്ലോക്ക് ആകുന്നത് മൂലം വലിയ ഗതാഗത കുരുക്ക് ചുരത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എത്ര സമയത്തിനകം ഇത് നീക്കം ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഫൈസൽ, നമുക്കറിയാം, വയനാട്ടിൽ നിന്ന് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കോഴിക്കോടിനാണ് ആശ്രയിക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായി അറിയുന്നുണ്ടോ? അത്തരം വാഹനങ്ങൾക്ക് വഴിതിരിച്ച് മറ്റു വഴിയിലൂടെ പോകാനുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടോ? പക്ഷേ നിലവിൽ അത്തരത്തിൽ ആംബുലൻസുകളൊന്നും തന്നെ കടന്നു പോകുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷെ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യ ഘട്ടമായി അല്ലെങ്കിൽ ഒരു അടിയന്തര ചികിത്സ എന്നുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തന്നെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അടിയന്തരമായി കടന്നു പോകേണ്ട വാഹനങ്ങൾ ചുരം വഴി കടന്നു പോകേണ്ടി വരും. പക്ഷേ ഈ ചുരം വഴി ഗതാഗതം തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് കിലോമീറ്ററുകളോളം 100-ലധികം കിലോമീറ്റർ താണ്ടിയിട്ട് വേണം മറ്റുള്ള മേഖലകളിലേക്കൊക്കെ എത്താൻ വേണ്ടി. മറ്റൊന്ന് കുറ്റ്യാടി ചുരം, അതുപോലെ പേരിയ ചുരം, നാടുകാണി ചുരം ഉൾപ്പെടെയുള്ള 3 ചുരങ്ങളാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിനെ മറ്റ് ജില്ലകളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാതകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസുകൾ ഉൾപ്പെടെ ഈ വയനാട് ഭാഗത്ത് നിന്ന് പോകുന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ വലിയ ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. എത്രത്തോളം വൈകുന്നു അത്രത്തോളം ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അപകടം നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. വയനാട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആംബുലൻസ് ഉൾപ്പെടെ കടന്നു പോവുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വയനാട് ചുരത്തിൽ നിന്ന് തൽക്കാലം ചുരം വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
എത്ര ചുരം ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ കൂടി മറ്റുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് വയനാട്ടിൽ നിന്ന് പോകണമെങ്കിൽ വലിയ ദൂരം താണ്ടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ചുരം സംരക്ഷണ സമിതി അംഗം മൊയ്തു മിഠായി ചേർന്നുണ്ട്. മൊയ്തു, എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായത്? ചുരം ആകെ സ്തംഭിച്ച അവസ്ഥയിലാണോ? ചുരം മൊത്തത്തില് സ്തംഭിച്ച് കിടക്കുകയാണ്. നല്ല ഇടിച്ചിലാണ് ഇടിഞ്ഞത്. 4 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു ഇടിച്ചിൽ ഇടിഞ്ഞിരുന്നു. എന്നാലും നല്ല ഇടിച്ചിൽ തന്നെയാണ്. JCB ഒക്കെ വെച്ച് മാറ്റാൻ നോക്കുന്നുണ്ട്. ഇവിടുന്ന് താഴെ നിന്ന് വണ്ടികൾ അങ്ങോട്ട് കയറൂല. മേലെ നിന്ന് JCB ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. NH ഉദ്യോഗസ്ഥന്മാർ, പോലീസൊക്കെ അവിടെ ഉണ്ട്. NHന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോറസ്റ്റുകാരും അവിടെ പ്രവർത്തകരൊക്കെ ഉണ്ട് അവിടെ. ഈ കല്ലും മണ്ണൊക്കെ മാറ്റാൻ എത്ര സമയം വേണ്ടി വരും? കല്ലും മണ്ണും മാറ്റാൻ സമയം പറയാൻ പറ്റൂല. അവിടെ ഇടിഞ്ഞ് ഇനിയും കൂടി നീങ്ങുകയാണെങ്കിൽ പിന്നെയും ടൈം എടുക്കും. ടൈം പറയാൻ പറ്റൂല.